അപ്പോൾ നമുക്ക് നോക്കാം. വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ആണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ എന്ന് പറയുമ്പോൾ ഒരു RC ഓസിലേറ്റർ ആണ് വരുന്നത്. കാരണം നമ്മളിവിടെ കപ്പാസിറ്ററും റെസിസ്റ്ററുമാണ് നമുക്ക് വേണ്ട ഫേസ് ഷിഫ്റ്റ് വരുത്താൻ വേണ്ടി നമ്മളവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ എന്ന് പറയുമ്പോൾ RC ഓസിലേറ്റർ ആണ്. നമുക്കറിയാം മുമ്പുള്ള ഓസിലേറ്റേഴ്സ് ഒക്കെ നമ്മൾ നോക്കിയിരുന്നു. ഏതൊക്കെയായിരുന്നു? ഒരു LC ഓസിലേറ്റേഴ്സ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ക്രിസ്റ്റൽ ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഹൈ ഫ്രീക്വൻസിക്ക് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുക. ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സ് ആണത് നമ്മുടെ LC ഓസിലേറ്റേഴ്സ്, അതേപോലെ തന്നെ ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ്. നമ്മൾ ഇവിടെ ഈ LC ഓസിലേറ്റർ ഒക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് ഹൈ ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മുടെ LC ഓസിലേറ്ററിൻ്റെ കേസിൽ അതിൻ്റെ ഫ്രീക്വൻസി സമയം 1/2π√LC വരണ ആ ഒരു ഫോർമുല നമുക്ക് വരുന്നു. അപ്പോൾ നമ്മൾ ഈ ഫോർമുല വെച്ചിട്ട് നമ്മൾ ഇവിടെയുള്ള ഫ്രീക്വൻസി കുറയ്ക്കണേ നമുക്ക് എന്ത് ചെയ്യണം? ഈ LCയുടെ വാല്യൂ ഒരുപാട് നമുക്ക് ഉയർത്തേണ്ടതായിട്ട് വരും. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ നമുക്കിവിടെ എന്താ വെച്ചാൽ ഈ Lൻ്റെയും Cയുടെയും വാല്യൂ ഒരുപാട് കൂട്ടി പറഞ്ഞാൽ എന്താ അവിടെ സർക്യൂട്ട് വളരെ കൂടുതലായിരിക്കും, അവിടെ സർക്യൂട്ടിൻ്റെ കോസ്റ്റ് കൂടും. പിന്നെ അങ്ങനെ ഒരുപാട് നമുക്കവിടെ എറേഴ്സൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ഈ കപ്പാസിറ്റർ ഇൻഡക്ടറൊക്കെ ഒരുപാട് വാല്യൂസ് ഉയർത്തി കഴിഞ്ഞാൽ അവിടെ എന്താണ് ടെമ്പറേച്ചർ വേരിയേഷൻ കൊണ്ടൊക്കെ ഒരുപാട് എറേഴ്സും കാര്യമൊക്കെ വരാൻ ചാൻസ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ലോ ഫ്രീക്വൻസിക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണത് നമ്മുടെ RC ഓസിലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം. വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ എന്ന് പറയുമ്പോൾ RC ഓസിലേറ്റർ ആണ്. ഇതാണ് സിനുസോയിഡൽ ഓസിലേറ്റർ ആണ്. എന്താണ് സൈൻ വേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ വെയിൻ ബ്രിഡ്ജ് RC ഓസിലേറ്റർ ഉപയോഗിക്കും. ഓക്കെ, അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് പറയേണ്ടത് എത്രയാണ്? 10 ഹെഡ്സ് മുതൽ 1 മെഗാ ഹെഡ്സ് വരെ. നമുക്കിവിടെ നോക്കാം. ഇവിടെ എന്താ ലോ റേഞ്ചിലേക്ക് വന്നു അല്ലേ, 10 ഹെഡ്സ് റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ ഉപയോഗിച്ചിരുന്ന ബാക്കിയുള്ള ഓസിലേറ്റേഴ്സ് എങ്ങനെയായിരുന്നു? നമുക്കവിടെ ഹൈ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ നമ്മൾ ഒരു 20 കിലോ ഹെഡ്സിൻ്റെയൊക്കെ മുകളിലേക്കാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചിരുന്നത്? നമ്മുടെ LC ഓസിലേറ്റർ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് എന്തുണ്ട്? 10 ഹെഡ്സ് വരെ ഏറ്റവും ലോസ്റ്റ് റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നോക്കുകയാണെങ്കിൽ എന്താണ് ഇത് യൂസ് ടു പ്രൊഡ്യൂസ് ഓഡിയോ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ഓഡിയോ റേഞ്ച് എത്രയാണ്? 20 ഹെഡ്സ് മുതൽ 20 കിലോ ഹെഡ്സ് വരെയാണ് നമ്മുടെ ഓഡിയോ റേഞ്ച് വരുന്നത്. ആ റേഞ്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? നമ്മുടെ വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിന് പറ്റും. ഓക്കെ, പിന്നെ ഇതിൻ്റെ സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ ഈ മോഡലാണ് ഇതിൻ്റെ സർക്യൂട്ട് വരുന്നത്. ഓക്കെ, ഇതിനകത്ത് കുറച്ച് അധികം കമ്പോണൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് നോക്കാം. ഏറ്റവും മുകളിൽ വരികയാണെങ്കിൽ R1 R2 റെസിസ്റ്റേഴ്സ് ഇങ്ങനെ കാണാൻ പറ്റും. താഴെയാണ് നമുക്കൊരു RACA, ഇതെന്താണ് ആറും സിയും കൂടി പാരലൽ. ഇവിടെ എന്താണ് RBCB, ആറും സിയും കൂടി സീരീസ്. ഓക്കെ, ഈ ഒരു ടൈപ്പിലാണ് നമുക്കിവിടെ സർക്യൂട്ടിൻ്റെ കണക്ഷൻ വരുന്നത്. ഇതിൻ്റെ സെൻറ്റർ എന്നാണെന്ത് ഈ രണ്ട് എൻഡിൽ നിന്ന് എടുത്തിട്ടാണ് നമുക്കിവിടെ ആംപ്ലിഫയറിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സർക്യൂട്ട് കഴിഞ്ഞു. ഈ സർക്യൂട്ടിൻ്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക് നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞ സർക്യൂട്ടിലൊക്കെ എങ്ങനെയായിരുന്നു? നമുക്ക് ഓസിലേറ്റർ നമുക്ക് എന്ത് മാത്രമേ ആവശ്യമുള്ളൂ? പോസിറ്റീവ് ഫീഡ്ബാക്ക് മാത്രമേ നമുക്കൊരു ഓസിലേറ്ററിന് അവിടെ നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൂടി വരുന്നത്. അത് ഈ ഒരു സർക്യൂട്ടിന് മാത്രം പ്രത്യേകത എന്ത്? ഇവിടെ നമ്മൾ യൂസസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് പോസിറ്റീവ് നെഗറ്റീവ് ഫീഡ്ബാക്ക് വരുന്നത് നോക്കാം. നമുക്ക് എന്താണ് പാരലൽ RACA, അതേപോലെ തന്നെ സീരീസ് RBCB, ഈ രണ്ട് സർക്യൂട്ടുകൾ എന്താണ് ഇവിടെ സീരീസ് ആയിട്ടാണ് ഫീഡ്ബാക്ക് ഉണ്ടാക്കുന്നത്. ഇവിടെ ഈ പാരലും സീരീസും കൂടി എന്താക്കുന്നുണ്ട്? നമുക്കിവിടെ പോസിറ്റീവ് ഫീഡ്ബാക്ക് തരുന്നുണ്ട്. ഈ രണ്ട് സർക്യൂട്ട് നമുക്കിവിടെ ഈ താഴത്തെ രണ്ടെണ്ണം നമുക്ക് പോസിറ്റീവ് ഫീഡ്ബാക്കും, അതേപോലെ തന്നെ R1 ആൻഡ് R2 ഈ R1 ആൻഡ് R2 എന്ത് ചെയ്യുന്നുണ്ട്? നമുക്കിവിടെ നെഗറ്റീവ് ഫീഡ്ബാക്കും തരുന്നത്. അപ്പോൾ ഈ താഴെയുള്ള രണ്ടെണ്ണം പോസിറ്റീവ് ഫീഡ്ബാക്കും, മുകളിൽ രണ്ടെണ്ണം നമുക്ക് നെഗറ്റീവ് ഫീഡ്ബാക്കും തരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത് നോക്കാം. ഈ സർക്യൂട്ട് പ്രൊഡ്യൂസസ് നോ ഫേസ് ഷിഫ്റ്റ്. ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഇവിടെ നമുക്ക് ഫേസ് ഷിഫ്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. നമ്മൾ മുമ്പ് പഠിച്ച LC ആയിക്കോട്ടെ വേറെ എന്തായിക്കോട്ടെ അവിടെ നിന്ന് സർക്യൂട്ട് ഒരു ഫേസ് ഷിഫ്റ്റ് വരുന്നുണ്ടാവും. ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് സർക്യൂട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ബാക്കി 180 ഡിഗ്രി എന്ത് ചെയ്യും? നമ്മുടെ ആംപ്ലിഫയറും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യണം? മൊത്തം നമ്മൾ 360 ഡിഗ്രി അല്ലെങ്കിൽ 0 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് എന്നുള്ള കണ്ടീഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് പറയുമ്പോൾ സർക്യൂട്ട് ഫേസ് ഷിഫ്റ്റ് ഒന്നും ഉണ്ടാക്കില്ല. നമുക്ക് നോക്കാം. ആംപ്ലിഫയർ എന്ന് പറഞ്ഞ സാധനം എന്ത് ചെയ്യുന്നുണ്ട്? അതെന്തായാലും എന്താണ് ഒരു ഫേസ് ഷിഫ്റ്റ് അവിടെ ഉണ്ടാകും. ഓക്കെ, നമുക്ക് ആ കണ്ടീഷനിലേക്ക് വരാം. അപ്പോൾ ഇപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക എന്താണ് അവിടെ എന്താണ് ഈ സർക്യൂട്ട് എന്താണ് ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, 0 ഫേസ് ഷിഫ്റ്റ്. സോ വി നീഡ് എ 2 സ്റ്റേജ് ആംപ്ലിഫയർ. ഇവിടെ എന്താ വെച്ചാൽ ഈ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാകും. നമുക്കറിയാം നമ്മുടെ ആംപ്ലിഫയർ എന്ത് ചെയ്യും? ഒരു ആംപ്ലിഫയർ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ C ആംപ്ലിഫയർ യൂസ് ചെയ്യാം. എന്താണ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാകും. ഓക്കെ, നമുക്കിവിടെ എന്താണ് ഈ സർക്യൂട്ട് ഒരു ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ 2 ആംപ്ലിഫയറിൽ യൂസ് ചെയ്യും. 2 ആംപ്ലിഫയേഴ്സ് അടുപ്പിച്ച് കൂടി യൂസ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? 180 പ്ലസ് 180 നമുക്കിവിടെ 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ 360 അല്ലെങ്കിൽ എന്താണ് = 0 ഡിഗ്രി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മളെന്ത് ഈ സർക്യൂട്ടുമായിട്ട് സിങ്ക് ആക്കുന്നത്. കാരണം നമ്മൾ ബാക്കിയുള്ളതൊക്കെ എന്താണ് സർക്യൂട്ടും 180 ഉണ്ടാക്കും, നമ്മുടെ ആംപ്ലിഫയർ 180 ഉണ്ടാക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? 360 അല്ലെങ്കിൽ 0ലേക്ക് എത്തും. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് ചെയ്യില്ല? സർക്യൂട്ട് ഒരു ഫേസ് ഷിഫ്റ്റും ഉണ്ടാക്കുന്നില്ല. ആ കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്?
നമ്മുടെ ആംപ്ലിഫയറിനെ കൊണ്ട് തന്നെ 2 ഫേസ് ഷിഫ്റ്റ് ചെയ്യും. 150 ജീവിച്ച് 360 എത്തും. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? യൂസസ് എ 2 സ്റ്റേജ് ആംപ്ലിഫയർ. നമ്മൾ അതിന് വേണ്ടി 2 സ്റ്റേജ് ആംപ്ലിഫയർ ചെയ്യും. അപ്പോൾ വെയിൻ ബ്രിഡ്ജിൻ്റെ 2 കാര്യങ്ങൾ വളരെ പ്രത്യേകതയാണ്. പോസിറ്റീവും നെഗറ്റീവും ഫീഡ്ബാക്ക് വരേണ്ടി പിന്നെ 2 സ്റ്റേജ് ആംപ്ലിഫയർ അവിടെ ആവശ്യമുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ F = 1/2πRC. ഇതാണ് നമ്മൾ ഫ്രീക്വൻസിക്കുള്ള ഫോർമുല വരുന്നത്. ഓക്കെ, ഇതിൽ സി എന്ന് പറയുമ്പോൾ എന്താണ്? CA CB. രണ്ടിൻ്റെ വാല്യൂ CAയും CB ഈക്വൽ വാല്യൂസ് നമ്മൾ കൊടുക്കുക. അപ്പോൾ എന്താണ്? അതിൻ്റെ ഏതെങ്കിലും ഒരു വാല്യൂ കൊടുത്താൽ മതി. R എന്ന് പറയുമ്പോൾ എന്താണ്? RA അല്ലെങ്കിൽ RB. മുകളിലത്തെ R1 R2 അല്ല, താഴെ വരുന്നത് മാത്രം നമുക്ക് എന്തെങ്കിലും ഫ്രീക്വൻസിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ കപ്പാസിറ്റർ ആ കോമ്പിനേഷൻ മാത്രമേ ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ താഴെയുള്ളത് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നു. ഓക്കെ, നമ്മൾ സി എന്ന് പറയുമ്പോൾ ഇതിൽ കൊടുത്തുള്ള ഏതെങ്കിലും ഒരു C, R എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ഏതെങ്കിലും R. ഓക്കെ, ക്വസ്റ്റ്യൻ കൊടുക്കുന്നു. അപ്പോൾ ഇക്വേഷനായി. ഓക്കെ, ഇനി നമ്മളിതിൻ്റെ സർക്യൂട്ടിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് പറയുന്നത്? സർക്യൂട്ടിൻ്റെ വർക്കിങ്ങിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. നമുക്കറിയാം, ഒരു ഓസിലേറ്റർ നമുക്ക് എന്ത് കൊടുക്കാറില്ല? നമ്മൾ ഇൻപുട്ട് കൊടുക്കാറില്ല. ഒരു പ്രാക്ടിക്കൽ ഓസിലേറ്റർ നമുക്ക് ഇൻപുട്ടിൻ്റെ ആവശ്യമില്ല. ഈ ഇൻപുട്ട് നമ്മൾ എവിടെ നിന്ന് ജനറേറ്റ് ചെയ്യാം? നമ്മുടെ സർക്യൂട്ടിൽ നോയ്സിൽ നിന്നാണ് നമ്മുടെ ഒരു ഓസിലേറ്റർ സർക്യൂട്ട് ഇൻപുട്ട് സിഗ്നലിലേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ദ ഓസിലേറ്റർ സ്റ്റാർട്ട് ഫ്രം റാൻഡം നോയ്സ് ഇൻ ദ സർക്യൂട്ട്. ഓക്കെ, നമുക്ക് ഈ സർക്യൂട്ടിനകത്ത് എന്ത് ചെയ്യും? നമ്മുടെ സപ്ലൈ വേരിയേഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു റാൻഡം നോയ്സ് എന്തായാലും ഒരു പ്രാക്ടിക്കൽ സർക്യൂട്ട് ഉണ്ടാവും. ഓക്കെ, ദ സർക്യൂട്ട് സെലക്ട് ഓൺലി ഫ്രീക്വൻസി F = 1/2πRC. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫ്രീക്വൻസിനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ സർക്യൂട്ട് സെലക്ട് ചെയ്യുള്ളൂ. കാരണം ഈ ഫ്രീക്വൻസി അതിൻ്റെ റെസൊണൻസ് ഫ്രീക്വൻസി ഉണ്ട്. അപ്പോൾ ഈ കണ്ടീഷൻ മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ബാക്കി എല്ലാ ഫ്രീക്വൻസിയും എന്ത് ചെയ്യും? ഒഴിവായിക്കളെ. നമുക്കറിയാം, നോയ്സ് പറയുമ്പോൾ എന്താണ്? അതിൽ വലിയൊരു റേഞ്ച് ഓഫ് ഫ്രീക്വൻസി ഉണ്ട്. ലോ ഫ്രീക്വൻസി വരെ ഹൈ ഫ്രീക്വൻസി വരെ എല്ലാ റേഞ്ചിലുള്ള ഫ്രീക്വൻസി നമ്മുടെ നോയ്സിലുണ്ടാവും. അപ്പോൾ ഈ നോയ്സ് എന്ത് ചെയ്യും? നമുക്ക് വേണ്ട ഫ്രീക്വൻസിനെ മാത്രം സെലക്ട് ചെയ്തിട്ട് ബാക്കി എല്ലാവരെയും റിമൂവ് ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? ആ സെലക്ട് ചെയ്ത ഫ്രീക്വൻസി നമ്മൾ അറ്റ് ദിസ് ഫ്രീക്വൻസി പോസിറ്റീവ് ഫീഡ്ബാക്ക് = നെഗറ്റീവ് ഫീഡ്ബാക്ക്. ആ കണ്ടീഷൻ നോക്കുക. നമുക്ക് എന്താണ്? ഈ ഫ്രീക്വൻസിയിൽ വേറൊരു കണ്ടീഷൻ കൊണ്ടുവന്നത് പോസിറ്റീവ് ഫീഡ്ബാക്കും നെഗറ്റീവ് ഫീഡ്ബാക്കും നമുക്ക് അവിടെ ഈക്വലായി വരും. ഓക്കെ, നമ്മൾ പറഞ്ഞ പോസിറ്റീവ് ഫീഡ്ബാക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് അവിടെ ഉണ്ടാവുന്നതിൻ്റെ സർക്യൂട്ടിൽ വരും. ഈ 2 ഫീഡ്ബാക്ക് എന്താണ്? ഈക്വലായിട്ട് വരും ആ പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ. ആ കണ്ടീഷൻ എന്താ പറയും? ബ്രിഡ്ജ് നമ്മൾ ബാലൻസ് ആയി എന്ന് പറയും. ആ പെർട്ടിക്കുലർ ഫ്രീക്വൻസി വരുമ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്കും നെഗറ്റീവ് ഫീഡ്ബാക്കും ഈക്വൽ ആവും. നമ്മളപ്പോൾ എന്താ പറയും? ബ്രിഡ്ജ് ബാലൻസ് ആയി വരും. ആ ഫ്രീക്വൻസിയിൽ എന്ത് ചെയ്യും? ആ ഫ്രീക്വൻസിനെ മാത്രം എടുത്തിട്ട് എലിമിനേറ്റ് ആൾ അതർ ഫ്രീക്വൻസീസ്. ബാക്കി എല്ലാ ഫ്രീക്വൻസിനും കളയും. ദ സെലക്ടഡ് ഫ്രീക്വൻസി F ആംപ്ലിഫൈഡ് ബൈ ആംപ്ലിഫയർ ആൻഡ് ദർ വിൽ ബി എ സസ്റ്റെയിൻഡ് ഓസിലേഷൻ. നമുക്ക് എന്ത് ചെയ്യും? ആ സെലക്ട് ചെയ്ത ഫ്രീക്വൻസി നമ്മൾ വീണ്ടും ആംപ്ലിഫൈ ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? ആ ഇതിനെ വെച്ച് ആംപ്ലിഫൈ ചെയ്ത് വലുതാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവിടെ സസ്റ്റെയിൻ ആയിട്ടുള്ള ഓസിലേഷൻ ഉണ്ടാവും. നിലനിൽക്കുന്ന എന്ന് വെച്ചാൽ അവിടെ ഡീക്കേ ചെയ്യാത്ത ഒരു ഓസിലേഷൻ അവിടെ ഉണ്ടാവും. ഓക്കെ, ഇനി സർക്യൂട്ട് ഒരു പോരായ്മയായിട്ട് നമ്മൾ പറയുന്നത് വെച്ചാൽ അവിടെ എന്താണ്? ലാർജ് നമ്പർ ഓഫ് കമ്പോണൻസ് നമുക്ക് ആവശ്യം. നമുക്ക് നോക്കാം, അവിടെ 2 സർക്യൂട്ട് വരുന്നുണ്ട്. പോസിറ്റീവ് ഫീഡ്ബാക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിട്ട് കുറേ സർക്യൂട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ആംപ്ലിഫയർ എന്ന് പറഞ്ഞ സാധനം ചെറുതായി കൊടുത്തിരിക്കുക. ഇവിടെ 2 സ്റ്റേജ് ആംപ്ലിഫയർ വരുന്നത് വെച്ചാൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ആംപ്ലിഫയറിൻ്റെ 2 ഇരട്ടി കമ്പോണൻസ് അതിലുണ്ടാവും. അപ്പോൾ അവിടെ ഒരുപാട് കമ്പോണൻസ് സർക്യൂട്ടിൽ വരുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു പോരായ്മയായിട്ട് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വേറൊരു സംശയം തോന്നാൻ ചാൻസ് ഉണ്ട്. പോസിറ്റീവ് ഫീഡ്ബാക്കും നെഗറ്റീവ് ഫീഡ്ബാക്കും അവിടെ ഈക്വലായി വരുന്നുണ്ട്. പോസിറ്റീവ് നെഗറ്റീവും ഈക്വലായി കഴിഞ്ഞാൽ അവിടെ പിന്നെ ഫീഡ്ബാക്ക് ഇല്ലല്ലോ. കാരണം 2 കൂടി ക്യാൻസൽ ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഫീഡ്ബാക്ക് ഇല്ലല്ലോ എന്നൊരു തോന്നൽ, ഡൗട്ട് തോന്നും. കാരണം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം, ഇതിൻ്റെ ഈ മോൾ ഭാഗത്ത് എന്ത് വരുന്നുണ്ട്? നെഗറ്റീവ് ഫീഡ്ബാക്കും താഴ്ഭാഗത്ത് പോസിറ്റീവ് ഫീഡ്ബാക്കും പോകുന്നുണ്ട്. ഓക്കെ, ഈ കണ്ടീഷനിൽ ഇതാവുമ്പോൾ എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്യുവൽ ആംപ്ലിഫയർ ഉപയോഗിക്കും. ഇതിനെ നോക്കാം, ഈ ആംപ്ലിഫയർ 2 ടെർമിനൽ, ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് വരും. അപ്പോൾ നമ്മൾ നെഗറ്റീവിലേക്ക് നമ്മൾ നെഗറ്റീവും പോസിറ്റീവിലേക്ക് നമ്മൾ പോസിറ്റീവ് കൊടുക്കുന്നത്. ഈ ആംപ്ലിഫയർ എന്ന് പറയുന്നത് 2 സിഗ്നലിനെയും കൂടി കമ്പൈൻ ചെയ്യല്ല ചെയ്യും. ഈ സിഗ്നലിൻ്റെ ഡിഫറൻസ് എത്രയാണോ ആ ഡിഫറൻസിനെ ഇവിടെ ആംപ്ലിഫൈ ചെയ്യും. അപ്പം നമ്മളിവിടെ പറഞ്ഞു ഒരു നോക്കാം, 2 5 2 + 5. ഈ +5 ഡിഫറൻസ് എത്ര വരിക? 0 ആയിരിക്കും അല്ലേ? അവിടെ 0 ആയിരിക്കും. കാരണം നമ്മൾ ഒരേപോലുള്ള സിഗ്നൽസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? ആ 2 സിഗ്നലിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ആംപ്ലിഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സിഗ്നലിൻ്റെയും കൂടി ഡിഫറൻസ് എത്രയാണോ അതിനെയാണ് ഇവിടെ ആംപ്ലിഫൈ ചെയ്യും. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയും. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി നമുക്കൊരു പോസിറ്റീവ് 5ഉം നെഗറ്റീവ് 5ഉം കൊടുത്തു നോക്കാം. നമുക്ക് പറഞ്ഞാൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഇത് രണ്ടിൻ്റെയും കൂടി ഡിഫറൻസ് നമുക്ക് എത്ര വരും? നമുക്കിവിടെ 10 ആയിരിക്കും ഡിഫറൻസ് കിട്ടുക. എന്ന് വെച്ചാൽ അതിൻ്റെ ഇരട്ടി വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഡിഫറൻസ് പോസിറ്റീവ് നെഗറ്റീവ് വേറെ സിഗ്നൽസ് കൊടുക്കുമ്പോൾ അത് ക്യാൻസൽ ആവുകയല്ല ചെയ്യുക, പരസ്പരം എന്ത് ചെയ്യും? അതിൻ്റെ ഡിഫറൻസ് വലിയ ഡിഫറൻസ് ആയതുകൊണ്ട് അവിടെ വലിയൊരു വാല്യൂയിലേക്ക് ആംപ്ലിഫിക്കേഷൻ നടക്കും. അപ്പോൾ അങ്ങനെ എന്താണ് ആ ഒരു കൺഫ്യൂഷൻ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്താണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് നെഗറ്റീവ് ഫീഡ്ബാക്കും വരുമ്പോൾ ക്യാൻസൽ ആയി പോവുകയല്ല ചെയ്യുക. അതെന്താണ് ആംപ്ലിഫയർ അതിൻ്റെ ഡിഫറൻസ് നോക്കിയിട്ട് ആ ഡിഫറൻസിനെയാണ് ആംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ വലിയൊരു ആംപ്ലിഫിക്കേഷൻ നമുക്ക് അവിടെ കിട്ടുന്നു. ഓക്കെ.